അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ആരാണ് ദൈവം, എവിടെയാണ് ദൈവമെന്ന്. ശിവനോ വിഷ്ണുവോ അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആസ്ട്രൽ ബോഡിയിൽ, അവരുടെ നെറ്റിയിൽ ഇത് വന്ന് പതിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവമായിട്ട് കാണുന്നു, പക്ഷേ ദൈവമല്ല. നമ്മളെക്കായി പവർ ഉള്ളത് കൊണ്ട് നമ്മൾ ദൈവമായിട്ട് കാണുന്നു. ദൈവം യഥാർത്ഥ ദൈവം എന്ന് പറയുമ്പോൾ ഒമ്നിപൊട്ടൻ്റ് ആണ്. അപ്പോൾ അത്ര ഒമ്നിപൊട്ടൻസ് ഒന്നും ഈ ശിവനോ വിഷ്ണുവിനോ ഒന്നുമില്ല. ആരാണ് യഥാർത്ഥത്തിൽ ദൈവം? അതായത് എനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങളിലൊക്കെ ദൈവത്തെ തിരക്കി പോകുന്ന ആളുകൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ പറയാനാണ് പോകുന്നത്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവുമില്ല ക്ഷേത്രങ്ങളിൽ പോയിട്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ആരാണ് ദൈവം, എവിടെയാണ് ദൈവം എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഉത്ഭവിച്ചു തുടങ്ങിയ കാലം മുതൽ ദൈവത്തെ പറ്റിയുള്ള അന്വേഷണം ആരംഭിച്ചതാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് ചില കാര്യങ്ങൾ അവിചാരിതമായി സംഭവിക്കുന്നു വരുമ്പോഴാണ് ഇതാര് ചെയ്തു എന്ന് നമ്മൾ ഭയത്തോടെ അന്വേഷിക്കുന്നത്. ഇത് ദൈവം ചെയ്തതായിരിക്കും, വേറൊന്നും ആയിരിക്കില്ല എന്ന് നമ്മൾ പറയുന്നത്. അല്ലെ പിശാച് ചെയ്തതായിരിക്കും, വേറൊന്നും ആയിരിക്കില്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ദൈവത്തെ പറ്റി അറിയാവും. എന്നാൽ ശരിക്കും ദൈവം എന്ന് പറയുന്ന ഒരു മഹത്തായ ശക്തിയുണ്ട്. ശക്തിയെന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ പ്രപഞ്ചം ബിഗ് ബാങ്ങിലുണ്ടായതാണ് എന്നാണ് ഇപ്പം ശാസ്ത്രം. നമുക്കും ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. ഈ പ്രപഞ്ചം, ഈ 7 ലോകമെന്ന് പറയുന്നത്, അല്ലെ ഈ 14 തലം എന്ന് പറയുമ്പോൾ, അതലം വിതലം സുതലം തുടങ്ങിയിട്ടുള്ള ആ 14 തലങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു പ്രപഞ്ചമായിട്ടെടുക്കാം. ഇങ്ങനെ ഒറ്റയായിട്ടോ വലുതായിട്ടോ ഉള്ള ഒരു പ്രപഞ്ചം ഒരു പ്രപഞ്ചമാണ്. ഒരു ബിഗ് ബാങ്ങിലുണ്ടായ ഒരു പ്രപഞ്ചമാണ്, ഒരു യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയില്ല. ശാസ്ത്രജ്ഞന്മാരെ കണക്കൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്കൊന്നും തലയിൽ ദഹിക്കുന്ന രൂപത്തിലല്ല. എൻ്റെ കണക്കുകളെല്ലാം വ്യക്തമായിട്ട് ശാസ്ത്രജ്ഞന്മാർ കൂട്ടിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ തലത്തിലല്ല, ഈ പറയുന്ന ബിഗ് ബാങ്ങിലുണ്ടായ പ്രപഞ്ചത്തിൻ്റെ തലത്തിലല്ല ദൈവത്തിൻ്റെ സ്ഥാനം. ഇതേപോലെ മറ്റൊരു പ്രപഞ്ചമുണ്ട് ഇതിൻ്റെ തൊട്ടു വലതുവശത്ത്. ഇതിൻ്റെ തൊട്ടു വലതുവശത്ത് മറ്റൊരു പ്രപഞ്ചമുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കണ്ടിട്ടല്ലേ, അല്ലാതെ ഇടതുവശത്ത് എനിക്ക് തോന്നിയ പോലെ പറയാമല്ലോ. ഇതിൻ്റെ തൊട്ടു വലതുവശത്ത് ഈ പറയുന്ന ബിഗ് ബാങ് പ്രപഞ്ചത്തിൻ്റെ എത്രയോ ഇരട്ടി വലുതായ ഒറ്റ പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ, എല്ലാവർക്കും പോകാൻ പറ്റില്ല, ചില പ്രത്യേക ജീവന്മാർക്ക് പോകാൻ പറ്റുമെങ്കിൽ, ആ പ്രപഞ്ചത്തിന് നമ്മുടെ ഈ പ്രപഞ്ചത്തേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. എന്ത് മാറ്റർ കൊണ്ടാണ് ഡെൻസിറ്റി കൂടിയെന്നറിയില്ല. ഏതോ മാറ്റർ കൂടിയിട്ട് അവിടെ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഡെൻസിറ്റിയിലല്ല. ഒരു വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കിയ ഒരു കുളത്തിനകത്തേക്ക് എടുത്ത് ചാടിയാൽ എത്ര ഡെൻസിറ്റി വ്യത്യാസം തോന്നിക്കൂ. ഈ ഡെൻസിറ്റിയാണ് നമ്മുടെ ഈ മാറ്റർ വേൾഡിൽ നിന്ന് ആ ദൈവത്തിൻ്റെ യൂണിവേഴ്സിലേക്ക് എടുത്ത് ചാടിയാൽ ഉണ്ടാകുന്ന ഡെൻസിറ്റി വ്യത്യാസം. ഞാൻ പറഞ്ഞത് കുറേ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ഡെൻസിറ്റി കൂടിയ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പരമപുരുഷൻ്റെ സ്ഥാനം. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോധത്തിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. ക്ലസ്റ്റർ ഓഫ് അവയർനെസ് ആണ്. അല്ലാതെ ഒരാൾ നിൽക്കുകയല്ല, ഒരു മനുഷ്യനല്ല, അല്ലെ ഒരു സിംഹമല്ല, ഒരു ആനയല്ല, എലിയല്ല, പൂച്ചയല്ല. ഒരു ക്ലസ്റ്റർ ഓഫ് അവയർനെസ്സാണ്. അത് ആകൃതി പറഞ്ഞാൽ ഏതാണ്ട് ചന്ദ്രൻ്റെ ആകൃതിയാണ്. പൂർണ്ണചന്ദ്രൻ്റെ ആകൃതിയാണ്. ഗോളമാണ്, ഗോളാകൃതിയാണ്. ബട്ട് 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷൻ എന്ന് ഉദ്ദേശിച്ചത് നീളമുണ്ട്, വീതിയുണ്ട്, പക്ഷെ കട്ടിയില്ല. കട്ടി വരുമ്പോൾ 4 ഡയമെൻഷനാകും. കട്ടി വിടാകുമ്പോൾ 4 ഡയമെൻഷനാകും. എന്നാൽ ടൈമും ഉണ്ട്. നീളത്തിൽ നിന്നും അടിയിൽ നിന്നും അതിൻ്റെ ആകെയുള്ള വിസ്താരം എന്ന് പറയുമ്പോൾ
ഇത് ഈ ഈ ഈ 5 അങ്കുലം, ഇത് 8 അങ്കുലമാണ്, അതിൻ്റെ കൂടെ 2 അങ്കുലം, ഈ 10 അങ്കുലം ചേർന്ന സർക്കിളാണ് ഇതിൻ്റെ ആകെയുള്ള വിസ്താരം. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭ സഭൂമിം വിശ്വതോ വൃത്വ അത്യാദിഷ്ട ദശാങ്കുലം. വേദത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുരുഷ സൂക്തമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. അപ്പോൾ ഈ 10 അങ്കുലം സർക്കിളിലാണ്, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന ബോധം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ നിന്ന് എത്ര ബോധങ്ങൾ വേണേലും ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. എത്ര ബോധങ്ങൾ, അതായത് എത്ര ഇത് മെയിൻ ബോധമാണെങ്കിൽ എത്ര സബ്സിഡിയറി ബോധങ്ങൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പപ്പടം, ഇത്രയും ഒരു പപ്പടത്തിൽ നിന്നും അത്ര അധികം പപ്പടം ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൽ നിന്ന് എത്ര ബോധങ്ങൾ വേണേലും നമുക്ക് ആ ബോധത്തിനുണ്ടാക്കാം, നമുക്കുണ്ടാക്കാൻ പറ്റില്ല, ആ ബോധത്തിനുണ്ടാക്കാം. ഇത് തന്നെയല്ലേ മനുഷ്യന്റെ തലച്ചോറ് അല്ലെങ്കിൽ അല്ല 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 ഈ ബോധം ഈ ബോധം ഞാൻ ഈ പറഞ്ഞ ബോധം, അതാണ് പരമപുരുഷന്റെ പരമപുരുഷൻ. ആ ബോധമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏതൊരു ഉറുമ്പനങ്ങിയാലും അവിടുന്ന് സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മോമെൻറ്റിൻ്റെ വഴി അതേ നിമിഷം ഈ ബോധത്തിലെത്തും, പരമപുരുഷൻ്റെ ബോധത്തിലെത്തും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതോ ചെറിയ വസ്തുക്കൾ ചെയ്യുന്നതോ വലിയ വസ്തുക്കളോ ചെയ്യുന്നതായ ഏത് കാര്യങ്ങളും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഈ പരമബോധമാണ്. അതിൻ്റെ ആകെ വിസ്താരം 10 അങ്കുലമേ ഉള്ളൂ. ഈ 10 അങ്കുലത്തിൽ നിന്നും വേറൊരു ബോധം അടർന്നെടുക്കാം. അങ്ങനെ അടർത്തി വന്നാൽ ഉടനെ അതിൻ്റെ ഷേപ്പ് മാറി താമരമുട്ടിൻ്റെ ആകൃതിയിൽ ഓവൽ ഷേപ്പായിട്ട് മാറും. ഈ ഷേപ്പാണ് വന്ന് ജീവന്മാരിൽ, നമ്മളിലൊക്കെ, നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മേളിൽ വന്ന് നിൽക്കുന്നത്. ഈ എല്ലാ ജീവിയും ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് ഉണ്ടാക്കപ്പെടുന്നത് ഈ ബോധം കൊണ്ടാണ്. ഈ ബോധത്തിന് ഇപ്പോൾ ഒരു വസ്തു അവിടെ നിന്ന് ഇളകി വന്നു, ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു വസ്തു അവിടെ നിന്ന് ഇളകുന്നുണ്ട്. ശക്തി, പവർ, അതാണ് ഭയങ്കരം. പവർ ഇളകുന്നതും ഈ പരമപുരുഷനിൽ തന്നെയാണ്. ഈ പറഞ്ഞ ദശാങ്കുല പുരുഷൻ എന്ന് പറയുന്ന ആ പരമപുരുഷനിൽ തന്നെയാണ് പവർ ഇളകുന്നത്. ആ പവർ ഇളകിയാണ് ഈ ബോധത്തെയും കൊണ്ടുവന്ന് ഒരു ജീവി ആക്കി ഭ്രമിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു നമ്മുടെ നെറ്റിയിലാണ് ബോധം, ഈ പറഞ്ഞ അവയർനെസ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പുക്കിളിൻ്റെ ഭാഗത്തിന് സമാനമായ ഭാഗം വരും ഈ ശക്തി വന്ന് നിൽക്കാൻ. ശക്തിയാണ് ഇതിൻ്റെ എല്ലാം കാരണം, ബോധമല്ല. ബോധത്തെ കൊണ്ടെല്ലാം ജയിക്കുന്നത് ശക്തിയാണ്. ഒരു മനുഷ്യനെ പറ്റി അല്ലെ എന്നെപ്പറ്റി പറഞ്ഞാൽ എൻ്റെ ശക്തി ഇവിടെയാണ്, ഈ പുക്കിളിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പവറെ കാണാൻ പറ്റില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഈ ബോധത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു ബോധത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ജീവി, ഞാനെന്ന ജീവി ഉണ്ടായത് അങ്ങനെയാണ്. മറ്റൊരു ജീവി ഉണ്ടായതും ഇതേ രൂപം തന്നെയാണ്. ഇങ്ങനെ കോടാനുകോടി ജീവി, ഇവിടെ ഇപ്പോൾ 700 കോടിയോ മറ്റോ മനുഷ്യൻ്റെ ജീവി തന്നെയുണ്ട്. ഈ മനുഷ്യൻ്റെ തലത്തിന് താഴെയും മേളിലും ഒക്കെ ആയിട്ട് അനേക ജീവികളുണ്ട്. എല്ലാ ജീവികളുടെയും അവസ്ഥ ഇതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യവും മനുഷ്യൻ്റെ കാര്യവും മാത്രമേ എനിക്കറിയാവൂ. അല്ലാതൊരു ജീവി ഉണ്ടാകില്ല, പരമപുരുഷൻ്റെ ബന്ധമില്ലാതെ ഒരു ജീവി പ്രപഞ്ചത്തിലുണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് ദൈവം, ഈ പരമപുരുഷനാണ് ദൈവം. അദ്ദേഹത്തിൻ്റെ ഇച്ഛയാണ് ശക്തിയിലൂടെ ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഇച്ഛയാണ് ബോധത്തിലൂടെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനിപ്പുറമായിട്ട് നമ്മൾ കാണുന്നതൊക്കെ വെറും ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല, അല്ല ദൈവം എന്ന് പറയാൻ പറ്റില്ല. വെറും ഭ്രമിപ്പിക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ മാത്രമാണ്. ഇപ്പോൾ ചോദിക്കാം ശിവനോ വിഷ്ണുവോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പം ശിവനോ വിഷ്ണുവോ അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആസ്ട്രൽ ബോഡിയിൽ, അവരുടെ നെറ്റിയിൽ ഇത് വന്ന് പതിച്ചിട്ടുണ്ട്. അവർക്കും അതേ ബോധം തന്നെയാണ്, അവർക്കും അതേ ബോധമാണ്. ആ ബോധത്തിൽ നിന്ന് വന്ന് പതിച്ചത് കൊണ്ടാണ് അവർ വിഷ്ണുവായിട്ടും ശിവനായിട്ടും മറ്റ് ദേവന്മാരായിട്ടും നിൽക്കുന്നത്. പക്ഷേ അവരെ നമ്മൾ വ്യത്യസ്തപ്പെടുത്തുന്നുണ്ടല്ലോ, അവരെ ദൈവമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ ദൈവമായിട്ട് കാണുന്നു, പക്ഷേ ദൈവമല്ല. നമ്മളെക്കായി പവർ ഉള്ളത് കൊണ്ട് നമ്മൾ ദൈവമായിട്ട് കാണുന്നു. ദൈവം യഥാർത്ഥ ദൈവം എന്ന് പറയുമ്പോൾ ഒംനിപൊട്ടൻ്റാണ്,
ഒമ്നിപ്രസൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൽ നിന്ന് വന്ന പ്രകാശമാണ് ഒമ്നിപ്രസൻ്റ് ആയിട്ട് മാറുന്നത്. ഒമ്നിപൊട്ടൻ്റ് ആണ്. അപ്പോൾ അത്ര ഒമ്നിപൊട്ടൻസ് ഒന്നും ഈ ശിവനോ വിഷ്ണുവിനോ ഒന്നുമില്ല. ശിവനൊക്കെ എത്ര കഥകളിൽ അദ്ദേഹം തോറ്റതായിട്ടും വിഷ്ണു തന്നെ എത്ര പ്രാവശ്യം തോറ്റതായിട്ടും ഒക്കെ കഥകളിലുണ്ട്. അപ്പോൾ അതൊന്നും ഒമ്നിപൊട്ടൻ്റ് അല്ല. ഒമ്നിപൊട്ടൻ്റായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ പരമപുരുഷൻ മാത്രമേ ഉള്ളൂ, ദശാങ്കുല പുരുഷൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ മുമ്പേ പറഞ്ഞ ആ ദശാങ്കുലം ഈ പറഞ്ഞ ദേവന്മാരുടെ അവർ ശരീരമെന്ന് പറയുന്ന നമ്മുടെ ഈ കൺസെപ്റ്റുള്ള ഇതിൽ അവരുടെ നെറ്റി ഭാഗത്ത് വന്ന് നിന്നിട്ട് അവരുടെ എത്രയോ അടിയിൽ ശക്തി വന്ന് നിന്ന് അവർ ഭ്രമിപ്പിക്കുമ്പോഴാണ് അവരായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ശക്തിയും ഇതേ ബുദ്ധിയും തന്നെ എല്ലാ ആളുകളിലേക്കും വരുന്നത്. അപ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ശക്തിയും ബുദ്ധിയും അല്ല. ഇത് ബേസിക് ആയിട്ടുള്ള ശക്തിയും ബുദ്ധിയുമാണ്, ബോധമാണ്, അവയർനെസ്സാണ്. ഇത് നമ്മളുടെ ബ്രെയിൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിയല്ല. അല്ല, ഈ അവയർനെസ് തന്നെയല്ലേ എല്ലാ ആളുകളിലേക്കും? ആ അവയർനെസ്സിന് അറിയാൻ അതിനു വേണ്ടി കാര്യങ്ങളൊന്നുമില്ല. അവയർനെസ്, അതായത് ഒരു യോഗയിലൂടെ അവയർനെസ്സിലെത്തുമ്പോൾ യോഗിക്ക് എന്ത് മനസ്സിലാകും? ഒന്നുമില്ല, എല്ലാം ഞാനെന്ന് മനസ്സിലാകും. ഇതേ ഉള്ളൂ ഈ അവയർനെസ് കൊണ്ട് മനസ്സിലാകുന്ന കാര്യം. പക്ഷേ ആളുകൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? വ്യത്യസ്തമാകുന്നതിൻ്റെ കാര്യം ഗുണങ്ങൾ ആവേശിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ കണ്ട് പ്രപഞ്ചത്തിൽ ഗുണങ്ങൾ, അതായത് ശക്തിയുടെ ഭ്രമം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുണങ്ങൾ എന്ന് വെച്ചാൽ അറിയാമോ? കുറെയെങ്കിലും അറിയാമായിരിക്കുമല്ലോ. ഈ സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലേ? ഇങ്ങനെ ഇതിൻ്റെ മിക്സിങ്ങുകൾ, ഈ ഗുണങ്ങൾ ജീവിയിൽ ആവേശിക്കുമ്പോഴാണ് ഈ അവരുടെ സ്വഭാവത്തിലും പ്രകൃതിയിലും പ്രവൃത്തിയിലും വ്യത്യാസം വരുന്നത്. അതായത് ഒരു ഇരട്ടക്കുട്ടികൾ ഒരാൾക്കുണ്ടായി, അത് ഒരേപോലെ തന്നെ. പക്ഷെ അവർ കുറേ വളർന്നു വരുമ്പോൾ അവർ രണ്ട് സ്വഭാവക്കാരായിട്ട് മാറും, ഗുണങ്ങൾ ആവേശിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് എന്ന് അപ്പോൾ നമ്മൾ ചോദിക്കുന്നില്ല.